ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. ലാസ്റ്റായിട്ട് നമ്മൾ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്തത് അർബൻ യോഗിന്റെ ഹോട്ട് എയർ ബ്രഷ് ആണ്. 3-in-1 ഹോട്ട് എയർ ബ്രഷ് ആണ്. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവരുന്ന അതേ ബ്രാൻഡിന്റെ തന്നെ അടിപൊളി സാധനമാണ്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. സോ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അർബൻ യോഗിന്റെ പെയിൻലെസ് ഫേഷ്യൽ ഹെയർ റിമൂവർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സംഭവം എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി. പക്ഷെ ഞാൻ ലൈവായിട്ട് അൺബോക്സിംഗ് വീഡിയോ ഒക്കെ എടുത്തതാണ്. പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിയതുകൊണ്ട് അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം ഇന്ന് ഞാൻ വിചാരിച്ചു ഓൾറെഡി അൺബോക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി എനിക്ക് ആളുമായിട്ടൊരു പരിചയമായി. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റീസെന്റ് ആയിട്ട് ആമസോണിൽ സെയിൽസ് നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ 23-ാം തീയതി തൊട്ട് തുടങ്ങിയേക്കുകയാണ്. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയേക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അർബൻ യോഗിന്റെ ഒരു കുറച്ച് നാളായുള്ളെന്ന് തോന്നുന്നു ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട്. അതിന്റെ ഒറിജിനൽ പ്രൈസിനേക്കാളും കുറച്ചുകൂടെ പ്രൈസ് ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഇവരുടെ ഇലക്ട്രിക്കൽ ഫേഷ്യൽ ഹെയർ റിമൂവർ ആണ്. കാണുന്ന പോലെ തന്നെ ചെറുതാ. ഇതുണ്ട്, ഒരു കൈൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ അത്രയും പോലും ഇല്ല, ചെറിയ പീക്കിരി സാധനം. അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞേക്കുന്നത് ചാർജിങ് ടൈം 60 മിനിറ്റ് വരുന്നത്. 60 മിനിറ്റ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. അങ്ങനെ ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് 100 മിനിറ്റ് വരെ യൂസ് ചെയ്യാം. ഇതിന്റെ റൺ ടൈം 100 മിനിറ്റ്സ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ആണ്. സി ടൈപ്പ് പവർ സപ്ലൈ ആണ് വരുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സി ടൈപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും സി ടൈപ്പ് കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചേക്കുക. ആദ്യം നമുക്ക് കക്ഷിയെ കാണാം. ഇതാണ് നമ്മുടെ ടൂൾ വന്നിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്നത്. സംഭവം ഇച്ചിരി ഉള്ളൂ. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പവർ ബട്ടൺ കണ്ടു. ഇതാണ് ഇതിന്റെ ഓണും ഓഫ് ആക്കാൻ പറ്റുന്ന പവർ ബട്ടൺ. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഫേഷ്യൽ ഹെയർസ് ഇപ്പം ഫേസിലില്ല. ഞാൻ യൂസ് ചെയ്തിരുന്ന കാർമേസിയുടെ ഫേഷ്യൽ റൈസേഴ്സ് ആണ്. ഇപ്പം കിട്ടിയിട്ട് 2 ദിവസമായുള്ളൂ. അപ്പം അത് ഞാൻ റീസെന്റ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് അത്രയും ഫേഷ്യൽ ഹെയർസ് ഇല്ല ഇപ്പോൾ. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത ക്ലിപ്പൊക്കെ ഉണ്ട്, ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ ചെയ്താൽ മതി. നമുക്കിത് ഈ ഒരു ലിഡ് തുറക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹെയർ കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് ഹെയർ ഉള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. എന്നിട്ട് നമുക്കൊരു ബ്രഷ് അവർ പ്രൊവൈഡ് ചെയ്യും. ഒരു ചോട്ടാ സാധനം, ഇത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു ലിഡ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ക്ലീൻ ആക്കാൻ പറ്റും. ഇതുപോലെ ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഹെയറും കാര്യങ്ങളും ഒക്കെ പൊക്കോളും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി. അടപ്പ് കണ്ടോ? അടപ്പിൻ്റെ ഇവിടെ ഒരു സ്ക്വയർ സംഭവമില്ലേ, അത് ഇങ്ങനെ വെച്ചിട്ട് വേണം ലോക്കാക്കാൻ. പെട്ടെന്ന് ധൃതിക്കൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി പ്രസ്സായി കഴിയുമ്പോൾ ഓണായിട്ട് ബാഗിൽ കിടന്ന് സൗണ്ട് ആയിരിക്കും. പിന്നെ ഇത് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ക്യാപ്പ് ഊരണം. ബാക്ക് ക്യാപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ സി ടൈപ്പ് ചാർജറിൻ്റെ പോർട്ടുണ്ട്. ഈ പോർട്ടിൽ വേണം നമ്മൾ സി ടൈപ്പ് ചാർജർ കുത്താൻ വേണ്ടിയിട്ട്. അവരെ നമുക്ക് ചാർജറിൻ്റെ കേബിൾ പ്രൊവൈഡ് ചെയ്യും. നമ്മളൊരു അഡാപ്റ്റർ നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ഇല്ലേ, അത് വെച്ച് ചെയ്താൽ മതി. ഐഫോണിലാണെങ്കിൽ കൂടി 15 ഒക്കെ സി ടൈപ്പാണ്. അല്ലാത്തവർ അഡാപ്റ്റർ തപ്പേണ്ടി വരും. അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കേബിളാണ്. അത് ജസ്റ്റ് ഇവിടെ കുത്തിയിട്ട്, ഇനി സി ടൈപ്പ് ചാർജർ അറിയാൻ പാടില്ലാത്തവരാരും ഉണ്ടാവില്ലെന്നറിയാം, എന്നാലും ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ പഴയ ഫോണുണ്ട്, ഓപ്പോയുടെ ചാർജറാണിത്. ചാർജറല്ല, അഡാപ്റ്റർ. ഇതുപോലെ അഡാപ്റ്റർ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചാർജ് കുറവാന്നുള്ളത് റെഡ് ഇൻഡിക്കേറ്റർ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ ഇൻഡിക്കേറ്റർ കാണിക്കും. അങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് എടുത്ത പോലെ തന്നെ അടച്ചു വെക്കാം. ഇതും നോക്കി ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കറക്റ്റ് ഷേപ്പിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പർ ലിപ്പ്, ചിന്ന്, ഐബ്രോസ്, ചീക്സ്, ഈ സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഒരു റൈസർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞേക്കട്ടെ. വേറെ എങ്ങും യൂസ് ചെയ്യരുത്. അപകടം വിളിച്ചു വരുത്തരുത്. നമ്മളുടെ അശ്രദ്ധ കാരണം അപകടം വിളിച്ചു വരുത്തരുത്. അപ്പോൾ ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടബിൾ ആണ്, പ്രിസൈസ് ആണ്, കറക്റ്റ് ആണ്, ക്ലീൻ ആൻഡ് സ്മൂത്ത് ആൻഡ് സ്കിൻ ആണ്, നന്നായിട്ട് ഹെയർ പോവും. നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന പോലെ, ഫേഷ്യൽ റൈസർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പോവും. സ്കിന്നെ സേഫ് ആണ് ഫോർ ഡെയിലി യൂസ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്ന് ചെയ്താൽ നാളെ തന്നെ ഹെയർ വരുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയില്ല. ഒരു 2-3 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ ഡെയിലി യൂസ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യത്തില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ ഈ ഒരു കവറിൽ കൊടുത്തേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1499 ആണ്. 1499 ആണ് ഇതിന്റെ കവറിൽ കൊടുത്തേക്കുന്ന റേറ്റ്. മേ ബി അതായിരിക്കും. നല്ലൊരു ബ്രാൻഡാണ് അർബൻ യോഗ്. അപ്പം ഈ കവറിൽ കൊടുത്തേക്കുന്ന പ്രൈസ് ആയിരിക്കും. 1500 സാധനമാണ് നമുക്ക് 299 രൂപ കിട്ടിയത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഇവർ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉപയോഗിക്കണം, ഇതെങ്ങനെ ഉപയോഗം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യണം, പിന്നെ ഇതെങ്ങനെ ചാർജ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, വാറണ്ടിയിൽ പറയുന്നത് പറഞ്ഞാൽ 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. അതുപോലെ തന്നെ വാറണ്ടിയിൽ പറഞ്ഞേക്കുന്ന കാര്യം പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് അതൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ അതവർ വാറണ്ടിയിൽ ഉൾപ്പെടുത്തില്ല. മാനുഫാക്ചർ ചെയ്തിട്ട് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും അതിനൊരു ഒരു എറർ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫക്റ്റ് വരുവാണെങ്കിൽ മാത്രമേ അവർ വാറണ്ടി ക്ലെയിം ചെയ്യുള്ളൂ. ഇതാണ് ആ ഒരു വാറണ്ടി കാർഡ്. ഇത് സൂക്ഷിച്ച് വെച്ചേക്കാം, എപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റൂല. സോ ഇതൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. റേസറൊക്കെ ആണെങ്കിൽ മേ ബി അതിൻ്റെ ക്യാപ്പക്കാനും പോയിട്ട് നമ്മളിനി ഹാൻഡ് ബാഗിൽ കൈയിട്ട് നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞ് ദുരന്തം പറയുകയല്ല, എന്നാലും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ക്യാരി ചെയ്യാനാണെങ്കിലും വലിയ പാടൊന്നുമില്ല, കാരണം ചെറിയൊരു ബോക്സ് തന്നെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ബോക്സും സെറ്റപ്പും ഒക്കെ നമുക്ക് തന്നിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ബ്രഷ് കൊണ്ടുപോകാം, ചാർജർ കൊണ്ടുപോകാം. അപ്പോൾ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. എനിക്കതാ തോന്നിയത്, നല്ല യൂസ്ഫുൾ ആവും. എന്തുകൊണ്ടും ഞാൻ കാർമൈസറുടെ മേടിച്ചിരുന്ന കാർമൈസർ നല്ല പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. അത് യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും കട്ടും കാര്യങ്ങളൊന്നും വരില്ലെങ്കിലും അത് 3 റേസറിന് എത്ര പോയാലും ഒരു 200 സംതിങ് ആവും. പിന്നെ എക്സ്ട്രാ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒക്കെ കൊടുത്തിട്ട് വേണം സാധനം മേടിക്കാൻ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു 3 എണ്ണം എത്ര മാസം നമുക്ക് യൂസ് ചെയ്യാം. ഇത്ര യൂസ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് തുരുമ്പടിച്ചു പോകും. റീ പർച്ചേസ് ചെയ്യുന്ന റേറ്റ് ഉണ്ടെങ്കിൽ ഇത് മേടിക്കാം. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന് 799 ആണ് വരുന്നത് ഇപ്പോൾ കറന്റ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ റേറ്റ് അല്ല, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ സെയിൽസ് നടക്കുന്നതുകൊണ്ട് ഓഫർ പ്രൈസ് ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും ഇതൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മുടെ യൂസേജ് പോലെ ഇരിക്കും എത്ര നാൾ നമുക്ക് ഇത് കൊണ്ടുപോകാന്നുള്ളത്. പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. എവിടെ വേണേലും കൊണ്ടുപോകാം, അത് തന്നെ വലിയ കാര്യം. ഒരു റേസേഴ്സ് മേടിച്ച് പൈസ കളയുന്നതിനേക്കാളും നല്ലത് ഇതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തരുടെ ചോയ്സ് ആണ് ഇത് മേടിക്കണം എന്നുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ച് ഏത് വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കയറി വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഓഫേഴ്സ് ഉണ്ട്, അറിയില്ല, ചിലപ്പോൾ ഞാൻ ഈ വാങ്ങിച്ച റേറ്റ് ചിലപ്പോൾ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നും എനിക്കിപ്പോൾ നിലവിൽ അറിയില്ല. അപ്പോൾ മാക്സിമം ഈ ഒരു റേറ്റിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഈ ഓഫർ പ്രൈസ് തന്നെ വാങ്ങാൻ നോക്കിക്കോ, കാരണം ഈ ഒരു ഓഫർ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൺസ് അഗൈൻ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.